ബാങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാം എൻ്റെ സിസ്റ്റർക്ക് കിട്ടിയതാട്ടോ, എനിക്ക് കിട്ടിയെന്നല്ല. അവൾ പിന്നെ ഭയങ്കര പഠിപ്പിസ്റ്റല്ല, എൻ്റെ അത്രയൊന്നും ഇല്ലായിരുന്നു. അവൾ ആവറേജ് ആയിരുന്നു. എൻ്റെ അമ്മേൻ്റെ കയ്യിലിരിപ്പ് പറഞ്ഞ് അവൾ പഠിച്ചുകൊണ്ടേയിരുന്നു. അമ്മ വെരി വെരി സ്ട്രോങ് ആയിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പൂച്ചയെ പോലെ ആയത്. ഇപ്പോൾ കുറച്ച് എൻ്റെ അടുത്ത് പൂച്ചയെ പോലായിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ വരച്ച വരയിലിരുത്തുമായിരുന്നു. അതിനപ്പുറം നമുക്ക് അങ്ങോട്ടും കളിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വിടമാട്ടെ എനിക്ക് മാവിട്ട് പോവും എന്ന് പറയും. ഞാൻ നാഗവല്ലിയാവും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് നാഗവല്ലിയാവില്ല. എങ്കിൽ അടിച്ച് പല്ലെല്ലാം കുഴിച്ചിടും. പിന്നെ ഞാൻ നോടിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അതൊക്കെ കേൾക്കുന്നുള്ളൂ, വേറെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ അങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോവും എന്നൊക്കെ പറയുമ്പോൾ പൂടും. അല്ലെങ്കിൽ കണ്ണൂർ വിട്ട് അങ്ങോട്ടും വിടൂലായിരുന്നു. ചെന്നൈക്ക് പോയി ഇതൊക്കെ പറഞ്ഞു. സന്തോഷമായി രമണ, സന്തോഷം. ഗിഫ്റ്റ് കിട്ടിയോണ്ട് ഗിഫ്റ്റൊന്ന് ഇൻ്റർനാഷണൽ മോഡലായിട്ട് പ്രൈസ് കിട്ടിയോണ്ടൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ തിരിച്ചെന്നെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് പോയത്, അല്ലെങ്കിൽ എൻ്റെ തലയൊക്കെ തല്ലിപ്പൊളിച്ചാണ്. പിന്നെന്താ, പനി ഒരു 25% കുറഞ്ഞു. എന്നാലും ലുക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നമ്മളെന്നെ മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് അസുഖമൊന്നുമില്ലേ. ഡോക്ടർ എന്നെ പിടിച്ച് അഡ്മിറ്റ് ആയിക്കും, അത്ര വൈകാതെ വേറെ കാര്യം. കണ്ണൂർ വന്നിട്ടുണ്ട് സമാധാനം ഡോക്ടറെ കാണിക്കാൻ. ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, ഒരു 2 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്കൊന്ന് എങ്ങനെയും ഇവിടുന്ന് വിടണം, എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആ വീടല്ലാണ്ട് വേറെ ഒരു വീടും പറ്റില്ല. അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇനി എൻ്റേതായി ഇഷ്ടപ്പെട്ടൊരു വീട് വയ്ക്കണം. പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ ആഗ്രഹിക്കും, പക്ഷെങ്കിലും നമുക്ക് കിട്ടാറില്ല. നമുക്ക് എല്ലാവർക്കും സ്വപ്നം കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമല്ലല്ലോ. നമുക്ക് സ്വപ്നം കാണാം അല്ലേ. എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്വിമ്മിങ് പൂള്, ഒരു ചെറുതല്ല, ബെഡ്റൂം വലുതായിരിക്കണം. അതിൽ തന്നെ കിച്ചണ്, അതിൽ തന്നെ ബാത്റൂം, എല്ലാം കൂടി ചേർന്നിട്ട്